നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ. പ്രധാന വാർത്തകൾ. സർക്കാരിന്റെ പശു പുല്ല് തിന്നില്ലെന്ന് CPI. ചത്ത പശുവിന്റെ ജാതകം നോക്കുന്നതിനെതിരെ ജാഥയും ധർണയും. വോട്ടില്ലെങ്കിൽ വീട്ടിൽ തന്നെ ആനവണ്ടിയുടെ വരവും കാത്ത് നാട്ടുകാർ. ക്രിസ്തുമസിന് മുൻപ് കൺസ്യൂമർ ഫെഡിനെയും സിവിൽ സപ്ലൈസിനെയും പൊട്ടിക്കാൻ സർക്കാർ നീക്കം. വാർത്തകൾ വിശദമായി. CPI എടത്തുവ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷീരകർഷകർ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പ് ആലപ്പുഴ ജില്ലയുടെ ആഭിമുഖ്യത്തിൽ കുളമ്പുരോഗ ബോധവൽക്കരണ സെമിനാർ വേദിയിലേക്കാണ് CPM പ്രവർത്തകർ മാർച്ച് നടത്തിയത്. എടത്തുവ സെന്റ് ജോർജ് ഫൊറോന ഹാളിലാണ് കുളമ്പുരോഗ സെമിനാർ നടന്നത്. തുടർന്ന് ഫൊറോന ഹാളിന് മുന്നിൽ നടന്ന ധർണ വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമാസ് കറിയ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കന്നുകാലികൾക്ക് കുളമ്പ് രോഗം പിടിപെട്ടിരിക്കുന്നത് ഏകദേശം കുട്ടനാട്ടിൽ എടുത്തു പറഞ്ഞാൽ ഏകദേശം 600 കന്നുകാലികളാണ് ഈ മാരകമായ കുളമ്പ് രോഗം ബാധിച്ച് വരുന്നത്. അതിൽ ഏകദേശം 11 കറവയുള്ള പശുക്കളും കൂടാതെ മറ്റ് 35 കിടാങ്ങളുമുണ്ട്. ഇവർക്ക് ആവശ്യമായ ചികിത്സാ സഹായം കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ക്ഷീരകർഷകർ ഈ മാർച്ച് നടത്തുന്നത്. അഡ്വക്കേറ്റ് മുട്ടാർ ഗോപാലകൃഷ്ണൻ, ശിവജി, സുശീലൻ, TP ജോയി തുടങ്ങിയവർ സംസാരിച്ചു. ചമ്പക്കുളം എടത്വ നിവാസികളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി എടത്വ ചമ്പക്കുളം റൂട്ടിൽ KSRTC ബസ് സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പൂർണ്ണമായും പണി പൂർത്തീകരിച്ച റോഡിൽ ബസ് സർവീസ് ആരംഭിക്കണമെന്നത് പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ്. ഇപ്പോൾ ബോട്ട് സർവീസ് മാത്രം യാത്രാമാർഗമായുള്ള ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം ജലഗതാഗത വകുപ്പ് ബോട്ട് സർവീസ് വെട്ടിക്കുറച്ചതോടെ വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർ ദുരിതത്തിലായിരുന്നു. സർവീസുകൾ കുറച്ചതിൽ പ്രതിഷേധിച്ച് പുല്ലങ്ങടി ആറ്റുകാവ് ജെട്ടിയിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പലതവണ ബോട്ട് പിടിച്ചുകിട്ടിയിരുന്നു. പിന്നീട് പോലീസ് എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. നെടുമുടി, കൊട്ടാരം, പുല്ലങ്ങടി, കണ്ടങ്കരി, ചങ്ങങ്കരി, തായങ്കരി പ്രദേശങ്ങളിലെ യാത്രികർക്കാണ് ബസ് സർവീസ് ആരംഭിച്ചാൽ ഏറ്റവും ഗുണം ലഭിക്കുക. സബ്സിഡി വകയിലും സാധനങ്ങൾ വാങ്ങിയതിലും നൽകാനുള്ള വൻതുക നൽകാതെ കൺസ്യൂമർ ഫെഡിനെ തകർക്കാൻ സർക്കാർ നീക്കം. പണം നൽകാത്തതുമൂലം സാധനം നൽകുന്നത് 2 മാസത്തോളമായി കരാറുകാർ നിർത്തിയിരിക്കുകയാണ്. അരിയും പലവ്യഞ്ജനങ്ങളും ഇല്ലാത്തതിനാൽ ഇത്തവണ ക്രിസ്മസ് ചന്തകളും തുറന്നിട്ടില്ല. കൺസ്യൂമർ ഫെഡിന്റെ പിന്മാറ്റം സംസ്ഥാന പൊതുവിതരണം അവതാളത്തിലാക്കും. കൺസ്യൂമർ ഫെഡിന് കൊടുത്ത സാധനങ്ങളുടെ വില നൽകാതെ സിവിൽ സപ്ലൈസിനും സാധനങ്ങൾ നൽകില്ലെന്ന് കരാറുകാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് സപ്ലൈകോയുടെ പ്രവർത്തനത്തെയും താറുമാറാക്കും. സഹകരണ മേഖലയിൽ സബ്സിഡി നിർത്താനാണ് ഉന്നതതല ധാരണ. സബ്സിഡി കൊടുത്ത വകയിൽ കൺസ്യൂമർ ഫെഡിന് 240 കോടി രൂപയാണ് സർക്കാരിൽ നിന്നും കിട്ടാനുള്ളത്. 350 കോടിയിലേറെ സാധനങ്ങൾ വാങ്ങിയതിന് കരാറുകാർക്ക് നൽകണം. ഈ തുക സർക്കാർ അനുവദിക്കാത്തതാണ് കൺസ്യൂമർ ഫെഡ് തകർച്ചയുടെ വക്കിലാകാൻ കാരണം. 350 കോടി നൽകാതെ ഇനി സാധനങ്ങൾ നൽകില്ലെന്ന് പ്രഖ്യാപിച്ച് കരാറുകാർ വിതരണം നിർത്തിവച്ചിരിക്കുകയാണ്. കച്ചവടമില്ലാത്തതിനാൽ കൺസ്യൂമർ ഫെഡിന്റെ വിറ്റുവരവും കുത്തനെ ഇടിഞ്ഞു. കൺസ്യൂമർ ഫെഡിന് സംസ്ഥാനത്ത് 869 നന്മ സ്റ്റോറുകളും 269 ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളും 148 മൊബൈൽ മാർക്കറ്റുകളുമാണുള്ളത്. ഇവയിൽ ഭൂരിഭാഗവും പൂട്ടിപ്പോകാനാണ് സാധ്യത. കൺസ്യൂമർ ഫെഡിൽ തുടരാൻ താൽപര്യമില്ല എന്ന് കാട്ടി MD അവധിയിലാണ്. കൺസ്യൂമർ ഫെഡിലെ റെയ്ഡിലും നിയമക്കുരുക്കിലും പെട്ട് പ്രസിഡന്റും ഇല്ലാത്ത അവസ്ഥയിലാണ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴയ്ക്ക് പുതിയ സാരഥികൾ. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായി സുധിൻ പാമ്പാല, ജില്ലാ സെക്രട്ടറിയായി മോഹനൻ പിള്ള, ട്രഷററായി രാജീവ് പണിക്കർ എന്നിവരെയാണ് ഏകകണ്ഠമായി തെരഞ്ഞെടുത്തത്. ശനി, ഞായർ ദിവസങ്ങളിലായി കായംകുളത്ത് ജില്ലാ സമ്മേളനവും പ്രതിനിധി സമ്മേളനവും നടന്നു. പ്രതിനിധി സമ്മേളനത്തിനു ശേഷമാണ് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതോടൊപ്പം 9 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും 31 അംഗ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. NIT, IIT നടത്തുന്ന ബിരുദ കോഴ്സ് പ്രവേശനത്തിനുള്ള സംയുക്ത എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഡിസംബർ 26 വരെ മാത്രം. 2014 12ാം ക്ലാസ് പരീക്ഷ എഴുതുന്നവർക്കും 2012 13 12ാം ക്ലാസ് പാസ്സായവർക്കും JEE മെയിൻ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം.
ആലപ്പുഴ റവന്യൂ ജില്ലയിലെ സർക്കാർ അംഗീകാരമുള്ള അനാഥ മന്ദിരങ്ങളിലെ അന്തേവാസികളെ പങ്കെടുപ്പിച്ച് ഓർഫനേജ് ഫെസ്റ്റ് ജനുവരി 11 ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മനുഷ്യാവകാശ ദിനാചരണം ചൊവ്വാഴ്ച ജസ്റ്റിസ് KT തോമസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലോക മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുകയാണ്. ഇന്നത്തെ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ബഹുമാന്യനായ ജസ്റ്റിസ് KT തോമസ് സാറാണ്. അന്നേ ദിവസം തന്നെ നമ്മൾ സ്ത്രീകളുടെ കുട്ടികളുടെയും അവകാശങ്ങളെ സംബന്ധിച്ച് ഒരു പ്രത്യേക പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണം നടത്തുന്ന അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണനാണ്. അന്ന് തന്നെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി നടത്തിയ ഒരു എസ്സേ കോമ്പറ്റീഷൻ മനുഷ്യാവകാശം ഇന്ത്യയിൽ പ്രശ്നങ്ങളും വെല്ലുവിളികളും എന്ന വിഷയത്തെ സംബന്ധിച്ച് നടത്തിയ എസ്സേ കോമ്പറ്റീഷനിൽ വിജയികളായിട്ടുള്ള കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. പിന്നീട് നമുക്ക് ഡിസംബർ മാസം 12, 13 തീയതികളിൽ ദേശീയ സെമിനാർ നടത്തുകയാണ്. ഗ്രീൻ ഗവേണൻസ് ഇൻ ഇന്ത്യ, പ്രോഗ്രസ് ടുവേഴ്സ് എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്നുള്ള വിഷയത്തിലാണ് സെമിനാർ നടത്തുന്നത്. ഈ സെമിനാർ NSS ഹിന്ദു കോളേജ് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിനോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ഗവൺമെന്റ് ഓഫ് കേരളയുടെ സാമ്പത്തിക സഹായവും ഞങ്ങൾക്ക് ആ പരിപാടിക്കുണ്ട്. ആർ പ്രസന്നകുമാർ അധ്യക്ഷത വഹിക്കും. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ ക്ലാസ് നയിക്കും. പ്രിൻസിപ്പൽ ഡോക്ടർ ജഗദീഷ് ചന്ദ്രൻ, ഡോക്ടർ K മോഹൻകുമാർ എന്നിവർ സംസാരിക്കും. പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം കേരള സർക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായി സംയുക്തമായി ഗ്രീൻ ഗവേൺസ് ഇൻ ഇന്ത്യ എന്ന വിഷയത്തിൽ ദ്വിദിന ദേശീയ സെമിനാർ ഡിസംബർ 12, 13 തീയതികളിൽ കോളേജ് സെമിനാർ ഹാളിൽ നടക്കും. കേരളത്തിനകത്തും പുറത്തുനിന്നായി പാരിസ്ഥിതിക പ്രവർത്തകരും നിയമ പണ്ഡിതരും അധ്യാപകരും ഗവേഷകരുമായി നിരവധി പ്രതിനിധികൾ സെമിനാറിൽ വിഷയം അവതരിപ്പിക്കും. മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് JB കോശി സെമിനാർ ഉദ്ഘാടനം ചെയ്യും. NSS കോളേജ് വിദ്യാഭ്യാസ സെക്രട്ടറി പ്രൊഫസർ ആർ പ്രസന്നകുമാർ അധ്യക്ഷത വഹിക്കും. ഡോക്ടർമാരായ T വർഗീസ്, ഷാജി വർക്കി, KV നാരായണക്കുറുപ്പ്, PK പത്മകുമാർ, മുരളി വല്ലഭൻ എന്നിവർ സംസാരിക്കും. ചടങ്ങിൽ ഗ്രീൻ ഗവേൺസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന പുസ്തകം ജസ്റ്റിസ് JB കോശി പ്രകാശനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ K മോഹൻകുമാർ, സെമിനാർ കൺവീനർ PK രാജഗോപാൽ, ഡോക്ടർ B ഉദയൻ എന്നിവർ പങ്കെടുത്തു. ആലപ്പുഴ കാർഷിക വ്യാവസായിക പ്രദർശനത്തിന്റെ മുന്നോടിയായി ഫോട്ടോഗ്രഫി മത്സരം നടത്തുന്നു. ആലപ്പുഴ നഗരത്തിന്റെ പഴമയുടെ ശേഷിപ്പുകൾ വെളിപ്പെടുത്തുന്ന ചിത്രങ്ങളാണ് പരിഗണിക്കുക. 18x12 സൈസുള്ള ചിത്രങ്ങളാണ് അയക്കേണ്ടത്. വിശദ വിവരങ്ങൾക്ക് 0477 320 8629 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് കില നടത്തിവരുന്ന ശുചിത്വം ഗ്രാമസഭ ഏകദിന പരിശീലന പരിപാടിയുടെ ഭാഗമായി ഗ്രാമസഭ അംഗങ്ങൾക്കുള്ള പരിശീലനം ഈ മാസം 15-നുള്ളിൽ നടത്തണമെന്ന് കോർഡിനേറ്റർ AK ഷംസുദ്ദീൻ അറിയിച്ചു. ആലപ്പുഴ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കുളമ്പ് രോഗ ബോധവൽക്കരണ സെമിനാർ നടന്നു. എടത്വ സെന്റ് ജോർജ് ഫൊറോന ഹാളിൽ നടന്ന പരിപാടി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭ ഹരി ഉദ്ഘാടനം ചെയ്തു. എടത്വ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KL ബിന്ദു, തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഷമ സുധാകരൻ, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, കുട്ടനാട് വികസന ഏജൻസി വൈസ് ചെയർമാൻ വെളിയനാട് മാത്തച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. അഖിലേന്ത്യാ പ്രീ മെഡിക്കൽ ഡെന്റൽ പ്രവേശന പരീക്ഷ ഓൺലൈനായി അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഈ മാസം 31 വരെ. MBBS BDS സീറ്റിലെ 15% അഖിലേന്ത്യാ കോട്ടയിലേക്കുള്ള CBSE നടത്തുന്ന പരീക്ഷയാണിത്. 1600 കോടി രൂപയുടെ കുടിശ്ശിക ഉടൻ നൽകുക, പൊതുമരാമത്ത് മാനുവൽ പരിഷ്കരണം പൂർത്തിയാക്കുക, നിർമ്മാണ വസ്തുക്കളുടെ ക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ആരംഭിച്ച സമരത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ കരാറുകാർ ധർണ നടത്തും. പുന്നപ്ര സാഗര ആശുപത്രിയിൽ ഹെഡ് നഴ്സ്, സ്റ്റാഫ് നഴ്സ് തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. ഹെഡ് നഴ്സിന്റെ 2 ഒഴിവാണുള്ളത്. യോഗ്യത GNM, കേരള രജിസ്ട്രേഷൻ, 5 വർഷം പ്രവൃത്തി പരിചയം. സ്റ്റാഫ് നഴ്സുകളുടെ 5 ഒഴിവുണ്ട്. യോഗ്യത BSc നഴ്സിംഗ്, GNM, കേരള രജിസ്ട്രേഷൻ, 1 വർഷത്തെ പ്രവൃത്തി പരിചയം. കാത്ത് ലാബ് സ്റ്റാഫ് നഴ്സ് 4 ഒഴിവുണ്ട്. യോഗ്യത BSc നഴ്സിംഗ്, GNM, കേരള രജിസ്ട്രേഷൻ, കാത്ത് ലാബിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം. താൽപര്യമുള്ളവർ ഈ മാസം 20-നകം അപേക്ഷിക്കണം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകളിലേക്ക്. പത്തനംതിട്ട SBTയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ ഡിസംബർ 12 മുതൽ 31 വരെ അഡ്വാൻസ് ആർട്ടിഫിഷ്യൽ ടെറാക്കോട്ട ജുവലറി മേക്കിംഗിൽ സൌജന്യ പരിശീലനം നൽകും. 18നും 45നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ SBT ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം, കോളേജ് റോഡ്, സ്റ്റേഡിയം ജംഗ്ഷൻ, പത്തനംതിട്ട എന്ന അഡ്രസ്സിൽ ഡിസംബർ 11 രാവിലെ 9:30 നേരിട്ട് ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യണം. സബ്സിഡി രഹിത പാചകവാതകത്തിന്റെ വില കുത്തനെ കൂട്ടാൻ നീക്കം. എല്ലാ മാസവും അവലോകനം നടത്തി വില വ്യതിയാനം വരുത്തുന്നതിന്റെ ഭാഗമായാണിതെന്നാണ് എണ്ണ കമ്പനികൾ പറയുന്നത്. അതേസമയം സബ്സിഡി സംബന്ധിച്ചും ആധാർ ലിങ്ക് ചെയ്യുന്നത് സംബന്ധിച്ചും ആശയക്കുഴപ്പം തുടരുന്നുമുണ്ട്. സബ്സിഡിയോടെ 9 സിലിണ്ടറുകൾ നൽകാനാണ് നിലവിൽ തീരുമാനം. ഇതിന് 440 രൂപ 50 പൈസയാണ് വില. എന്നാൽ ആധാർ ലിങ്ക് ചെയ്തവർ മുഴുവൻ തുകയായി 1060 രൂപയും അടയ്ക്കണം. ഇവർക്ക് ബാങ്കിൽ ലഭിക്കുക 589 രൂപ 25 പൈസയാണ്. ഫലത്തിൽ സബ്സിഡി ഉണ്ടെങ്കിലും 470 രൂപ 75 പൈസ നൽകാൻ ഉപഭോക്താവ് ബാധ്യസ്ഥരാകുന്നു. സബ്സിഡി തുകയുടെ 5% ബാങ്ക് വാറ്റ് എന്ന നിലയിൽ പിടിക്കുന്നതുകൊണ്ടാണ് ഉപഭോക്താവിന് ഈ നഷ്ടമുണ്ടാകുന്നത്. ഇതോടെ ആധാർ ലിങ്ക് ചെയ്തവർ കൂടുതൽ നഷ്ടം സഹിക്കേണ്ട സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. സംസ്ഥാനത്തിന് വേണമെങ്കിൽ ഈ വാറ്റ് നികുതി ഒഴിവാക്കാമെന്ന് അധികൃതർ പറയുമ്പോഴും അതിനുള്ള നടപടികളൊന്നും സർക്കാർ കൈക്കൊണ്ടിട്ടില്ല. ആധാർ ലിങ്ക് ചെയ്യുന്നതിന് ഈ മാസം 31 വരെയാണ് സമയം നൽകിയിരിക്കുന്നത്. അതേസമയം ആധാറിനെതിരെ പല കോടതികളിലും കേസുള്ളതിനാൽ ഇതിന്റെ പ്രായോഗികതയിൽ സംശയം നിഴലിക്കുന്നു. ആധാർ ലിങ്ക് ചെയ്തവർ ആദ്യ സിലിണ്ടർ ബുക്ക് ചെയ്യുമ്പോൾ ബാങ്കിൽ 435 രൂപയെത്തും. ഇത് സബ്സിഡി അഡ്വാൻസ് ആണ്. യഥാർത്ഥ സബ്സിഡി രണ്ടാമത്തെ സിലിണ്ടർ എടുത്ത് ബില്ലടയ്ക്കുമ്പോഴാണ് ബാങ്കിലെത്തുക. സിലിണ്ടർ എടുത്ത് 48 മണിക്കൂറിനകം ഇത് ബാങ്കിൽ ക്രെഡിറ്റ് ആകുമെന്നാണ് എണ്ണ കമ്പനി അധികൃതർ പറയുന്നത്. എന്നാൽ നവംബറിൽ സിലിണ്ടർ എടുത്ത പലർക്കും സബ്സിഡി തുക ബാങ്കിൽ എത്തിയിട്ടില്ലെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. പരമാവധി ജനങ്ങൾക്ക് സൌജന്യ ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ പറഞ്ഞു. ഏറ്റുമാനൂർ KMCHCയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി പ്രകാരം നിർമ്മിച്ച വനിതാ വാർഡിന്റെ ഉദ്ഘാടനം ആശുപത്രി അങ്കണത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ മെഡിക്കൽ കോളേജ് വരെ 826 തരം മരുന്നുകൾ സൌജന്യമായി സർക്കാർ വിതരണം ചെയ്യുന്നുണ്ടെന്നും
ആരോഗ്യരംഗത്ത് കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു. കാരുണ്യ ബെനവലന്റ് ഫണ്ടിൽ നിന്ന് ഇതുവരെ 25,000-ഓളം രോഗികൾക്ക് സഹായം നൽകി. 3 വയസ്സിന് താഴെ പ്രായമുള്ള ബധിരമൂക കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തുന്നതിനായി 4 ലക്ഷം രൂപ ലഭ്യമാക്കിയിട്ടുണ്ട്. 108 ആംബുലൻസിന്റെ സേവനം എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നതിനും ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കുന്നതിനുമുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളെയും ആധുനികവൽക്കരിച്ച് ഒരു നെറ്റ്വർക്കായി പ്രവർത്തിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്ക് ജനുവരിയിൽ തുടക്കം കുറിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കരുതൽ ശേഖരണത്തിൽ കുറവ് വന്നതിനെ തുടർന്ന് ശബരിമലയിൽ ഉണ്ണിയപ്പത്തിന് ഞായറാഴ്ച മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ഇനി മുതൽ ഒരു തീർത്ഥാടകന് 30 പാക്കറ്റ് ഉണ്ണിയപ്പം മാത്രമേ ലഭിക്കൂ. മതിയായ കരുതൽ ശേഖരം ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് അധികാരികൾ നൽകുന്ന സൂചന. നേരത്തെ തീർത്ഥാടകർക്ക് ആവശ്യാനുസരണം ഉണ്ണിയപ്പം വിതരണം ചെയ്തിരുന്നു. വൻതോതിൽ ആവശ്യമുള്ളവർക്കും ഇത് ലഭ്യമായിരുന്നു. ഇത്തവണ സീസൺ ആരംഭിച്ച ശേഷം ഇതാദ്യമായാണ് ഉണ്ണിയപ്പത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. കഴിഞ്ഞ വർഷം തീർത്ഥാടകരുടെ വൻ തിരക്ക് പ്രതീക്ഷിച്ച് ഉൽപ്പാദിപ്പിച്ച ലക്ഷക്കണക്കിന് ഉണ്ണിയപ്പ പാക്കറ്റുകൾ സൂക്ഷിച്ചു വെക്കുന്നതിലെ ആസൂത്രണമില്ലായ്മ നിമിത്തം കത്തിച്ചു കളയേണ്ടിയിരുന്നു. ഇത്തവണ കൂടുതൽ ഉണ്ണിയപ്പ പ്രസാദം കരുതി വെക്കാതിരുന്നതിനും ഇത് കാരണമായി. നിലവിൽ 1.5 ലക്ഷം പാക്കറ്റ് ഉണ്ണിയപ്പമാണ് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നത്. ഉണ്ണിയപ്പത്തിന് ആവശ്യക്കാർ വർദ്ധിച്ചത് കാരണമാണ് കരുതൽ ശേഖരത്തിന് ഇടിവുണ്ടായത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവരാണ് കൂട്ടത്തോടെ ഉണ്ണിയപ്പം വാങ്ങുന്നത്. മകരവിളക്കുത്സവം അടുക്കുന്നതോടെ തിരക്കേറുമെന്നും കൂടുതൽ ഉണ്ണിയപ്പം വിറ്റുപോകുമെന്നതുമാണ് അധികൃതരുടെ പ്രതീക്ഷ. ഇത് കണക്കിലെടുത്ത് കൂടുതൽ അപ്പക്കാരുകൾ സ്ഥാപിക്കാൻ നീക്കം നടക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാല, ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ്, ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 19 രാവിലെ 10 സർവകലാശാല ക്യാമ്പസിൽ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസിന്റെ സെമിനാർ ഹാളിൽ വികലാംഗർക്കുള്ള അദാലത്ത് നടത്തും. ഇതിനോടകം ലഭിച്ചിരുന്ന പരാതികൾ അദാലത്തിൽ തീർപ്പാക്കും. വികലാംഗർക്ക് പുതിയ പരാതികൾ സമർപ്പിക്കാം. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി സബ് ജഡ്ജ് ജോഷി ജോൺ, ഡിസബിലിറ്റി സ്റ്റഡീസ് സെന്റർ ഡയറക്ടർ പ്രൊഫസർ റസീന പത്മ എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകും. കൊടുപ്പുന്നക്കാവ് ദേവീക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി. ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് സപ്താഹയജ്ഞത്തിന്റെ 4ാം ദിവസമാണ് കൊടിയേറ്റ് നടന്നത്. കുട്ടനാടിനും കൊടുപ്പുന്നയ്ക്കും ഇനി ഉത്സവ നാളുകൾ. കഴിഞ്ഞ 5-ാം തീയതി നടന്ന സാംസ്കാരിക സമ്മേളനവും ഭദ്രദീപ പ്രകാശനത്തോടും കൂടിയാണ് ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിച്ചത്. സാംസ്കാരിക സമ്മേളനം പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവ് PR പ്രസാദാണ് ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് ശ്രീമദ് സപ്താഹ ഭദ്രദീപ പ്രകാശനം ബ്രഹ്മശ്രീ കലഞ്ഞൂർ ബാബുരാജും നിർവഹിച്ചിരുന്നു. തിങ്കളാഴ്ച രാവിലെ 11:30 നടന്ന തൃക്കൊടിയേറ്റിൽ പുതുമന വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക ക്ഷേത്ര ചടങ്ങുകളും വിവിധ കലാ സാംസ്കാരിക ചടങ്ങുകളും നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കണ്ടങ്കരിക്കാവ് ദേവീക്ഷേത്രത്തിൽ കൊടിയേറി. പുതുമന ഇല്ലത്ത് ദാമോദരൻ നമ്പൂതിരി തൃക്കൊടിയേറ്റിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഡിസംബർ 3 മുതൽ ആരംഭിച്ച ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞ സമാപന ദിവസമാണ് തൃക്കൊടിയേറ്റ് നടന്നത്. നിരവധി ഭക്തജനങ്ങൾ തൃക്കൊടിയേറ്റിനെത്തിയിരുന്നു. ശ്രീമദ് ഭാഗവത സപ്താഹത്തോടനുബന്ധിച്ച് ഭാഗവത സമർപ്പണത്തിന് ശേഷം അവഭൃത സ്നാന ഘോഷയാത്ര നടന്നു. തുടർന്ന് വിവിധ കലാ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു.
സൌരോർജ്ജ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്നതിലും ഇൻസ്റ്റാൾ ചെയ്യുന്നതിലും ടെക്നീഷ്യന്മാർക്ക് വൈദഗ്ധ്യം നൽകുന്നതിന് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് 2 ദിവസത്തെ പരിശീലനം നൽകും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ 13. ചമ്പക്കുളം പടിപ്പുരയ്ക്കൽ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു. ഞായറാഴ്ചയാണ് പൊടിയാടി ഹരികൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സപ്താഹത്തിന് ഭദ്രദീപം കൊളുത്തിയത്. ഇതോടനുബന്ധിച്ച് വരും ദിവസങ്ങളിൽ മഹാഗണപതി ഹോമം, ശ്രീമദ് നാരായണീയ പാരായണം, പറക്കെഴുന്നള്ളത്ത്, കാർത്തിക വിളക്ക് എന്നിവയും നടക്കും. ഡിസംബർ 15 തൃക്കാർത്തിക മഹോത്സവത്തിന് സമാപനമാകും. കണ്ണാടി ശ്രീ ശിവഗിരീശ്വര ക്ഷേത്രത്തിലെ 5ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭദ്രദീപ പ്രകാശന കർമ്മം നടന്നു. പ്രവാസി മലയാളിയായ VK കലാധരൻ ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിച്ചു. ശാഖായോഗം പ്രസിഡന്റ് MR സജീവ്, യജ്ഞാചാര്യൻ അനിൽ ബാബു കുടജാദ്രി തുടങ്ങിയവർ പങ്കെടുത്തു. ഗവൺമെന്റ് പ്രൈവറ്റ് ITIകളിൽ നിന്ന് 2013 ജൂലൈയിലെ പരീക്ഷയിൽ വിവിധ ട്രേഡുകളിൽ ജയിച്ച NCVT, SCVT സർട്ടിഫിക്കറ്റ് ലഭിച്ച പരിശീലനാർത്ഥികൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിലും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലും അപ്രന്റീസ് പരിശീലനം ലഭിക്കും. താൽപര്യമുള്ളവർ ആലപ്പുഴ സിവിൽ സ്റ്റേഷനിലുള്ള RI സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ചരമവാർത്തകൾ. പുളിങ്ങുന്ന് പടമുറ്റം PC ജോസഫ് നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വെളിയനാട് കൾക്കിശ്ശേരിൽ ചാക്കോ മത്തായി 88 വയസ്സ് നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച 3 വെളിയനാട് സെന്റ് മിഖായേൽ ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സർക്കാരിന്റെ പശു പുല്ല് തിന്നില്ലെന്ന് CPI. ചത്ത പശുവിന്റെ ജാതകം നോക്കുന്നതിനെതിരെ ജാഥയും ധർണയും. ബോട്ടില്ലെങ്കിൽ വീട്ടിൽ തന്നെ ആനവണ്ടിയുടെ വരവും കാത്ത് നാട്ടുകാർ. ക്രിസ്തുമസിന് മുൻപ് കൺസ്യൂമർ ഫെഡിനെയും സിവിൽ സപ്ലൈസിനെയും പൊട്ടിക്കാൻ സർക്കാർ നീക്കം. ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.